Hi dear students, നമ്മൾ 2026 നീറ്റ് എക്സാമിനേഷന് ഒരു ടോപ്പ് റാങ്ക് ടോപ്പ് ക്യാമ്പസ് ടാർഗറ്റ് ചെയ്തിട്ടുള്ള സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാനിന്റെ ടാർഗറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പഠനം നമ്മൾ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ കോഴ്സിന്റെ പേര് സ്പ്രിന്റെക്സ് എന്നാണ്. എന്താണ് സ്പ്രിന്റെക്സ്? സ്പ്രിന്റ് ടു എക്സലൻസ്. ഒരു എക്സലൻസിലേക്കുള്ള ഒരു ജേണിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ 7-നാണ്. നമ്മുടെ ഈ സ്പ്രിന്റെക്സ് ഡിസംബർ 7-ന് തുടങ്ങിയാൽ നീറ്റ് എക്സാമിനേഷൻ 2026 നീറ്റ് എക്സാമിനേഷൻ മെയ് 5-ന് കംപ്ലീറ്റ് ചെയ്യുന്ന ദിവസം വരെ ഒരു പേഴ്സണൽ അറ്റൻഷനോടെ പേഴ്സണൽ സ്ട്രാറ്റജിയോടെ പഠിച്ച് മുന്നേറുന്ന ഒരു കൃത്യമായ സ്ട്രാറ്റജി ടൈം ടേബിൾ ആണ് നിങ്ങൾക്ക് ഇന്ന് റോജി സാർ തരാൻ പോകുന്നത്. ഈ കോഴ്സിൽ ജോയിൻ ചെയ്തിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും സാറിന് ഉറപ്പ് തരാൻ പറ്റും, നമ്മൾ തരുന്ന ഈ കൃത്യമായ ഡേറ്റ് അനുസരിച്ച് പോർഷൻസ് പഠിച്ചു തീർത്ത് എക്സാമിനേഷൻ എഴുതി മുന്നോട്ട് പോകുന്നതിലൂടെ ഒരു ലാഗിങ് ഇല്ലാതെ കൃത്യമായി പോർഷൻസ് തീർക്കാനും ഇതിനോടൊപ്പം നമ്മൾ ഡെയിലി ഓൾട്ടർനേറ്റ് ഡേയ്സിൽ എഴുതുന്ന എക്സാമിനേഷൻസിലൂടെ നമ്മുടെ മിസ്റ്റേക്കുകളെ കറക്റ്റ് ചെയ്ത് മോഡൽ എക്സാമിനേഷൻസിലൂടെ നമ്മുടെ ഹയസ്റ്റ് മാർക്ക് സ്കോർ ചെയ്യുന്ന ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ ഓരോരുത്തരും എത്തിയിരിക്കും. ഇതിനിടയ്ക്ക് ഇൻ ബിറ്റ്വീൻ നിങ്ങളുടെ സംശയങ്ങൾ തീർത്തു തരാനും യൂണിറ്റ് എക്സാമിനേഷൻ മോഡൽ എക്സാമിനേഷൻ നടക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ഒക്കെ ഹിൻസും സൊല്യൂഷനും കോൺസെപ്റ്റുകളും ക്ലിയർ ആക്കി തരാനും ഒക്കെ എക്സ്പേർട്ട് ടീച്ചേഴ്സ് നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടാവും. ആൽഫയിലെ എക്സ്പേർട്ട് ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ 25 ഇയേഴ്സായി ഏറ്റവും മികച്ച വിജയം ആലപ്പുഴയിലെ സിംഗിൾ സെന്ററിൽ വളരെ കുറച്ച് കുട്ടികളെ പേഴ്സണൽ അറ്റൻഷനോടെ പഠിപ്പിച്ച് വിജയിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് ആൽഫ ഫോളോ ചെയ്യുന്നത്. എങ്കിൽ തന്നെയും നിങ്ങൾ ഈ ആൽഫയുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് നോക്കിയാൽ കാണാം, എത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എത്രയും പ്രൊഫഷണൽസ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ് ആൽഫ അക്കാഡമിയുടെ ഈ ടാർഗറ്റ് ഓറിയന്റഡ് കോഴ്സിൽ വിദ്യാർത്ഥികൾക്ക് ഗൈഡൻസും സപ്പോർട്ടും ടീച്ചിങ്ങുമായി നിങ്ങളോടൊപ്പം കൂടെയുള്ളതെന്ന്. നമുക്ക് തുടങ്ങാം. 7-ാം തീയതി അന്ന് മുതൽ എങ്ങനെയാണ് നമ്മുടെ ഒരു സിസ്റ്റം മൂവ് ചെയ്യുന്നത്, ഡേറ്റ് നിങ്ങൾ എങ്ങനെയാണ് നോട്ട് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചാണ് സർ ഇന്നിപ്പോൾ നിങ്ങളോടൊപ്പം ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു സ്ട്രാറ്റജി ബോർഡ് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് പേഴ്സണലൈസ് ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പ് ടീച്ചേഴ്സ്. ഇവിടെ നമുക്ക് ആദ്യം തന്നെ കാണാം, ഇതിന്റെ ഹെഡിങ് തന്നെ നീറ്റ് 2026 റിവിഷൻ ആൻഡ് എക്സാം ഷെഡ്യൂൾ ആണ്. ഇതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 10 മൊഡ്യൂളുകളായി 10 യൂണിറ്റുകളായി സബ്ജക്റ്റുകളെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഫിസിക്സിനും 10 യൂണിറ്റ്, അതേപോലെ കെമിസ്ട്രിക്കും ബയോളജിക്കും. ഈ 10 യൂണിറ്റ് കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ മോഡൽ എക്സാമിനേഷൻ സീരീസ് ആണ്. ഇനി 10 യൂണിറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, അതിൽ ഏതൊക്കെ പോർഷൻസ് ആ ഉള്ളത്, അത് ഓരോ ആഴ്ചയും അഡ്വാൻസ് ചെയ്ത് നിങ്ങളുടെ ക്ലാസ് ഇൻചാർജ് ടീച്ചേഴ്സ് നിങ്ങളെ അറിയിക്കും. നമ്മളിപ്പോൾ തന്നിരിക്കുന്നത് ആ യൂണിറ്റ് വൈസ് ഉള്ള പോർഷൻസിന്റെ പഠിച്ചു തീർക്കേണ്ട ടൈമും എക്സാമിനേഷൻസുമാണ്. നമുക്കിവിടെ ഒന്ന് നോക്കാം. ആദ്യം തന്നെ സബ്ജക്ട് യൂണിറ്റ് റിവിഷൻ പീരീഡ് സബ്ജക്റ്റീവ് എക്സാമിനേഷൻ ആൻഡ് യൂണിറ്റ് എക്സാം എന്ന് നമുക്കിവിടെ കാണാം. അതിൽ ആദ്യം തന്നെ ഫസ്റ്റ് യൂണിറ്റ് നമ്മളിപ്പോൾ 7-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ്. ആ ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ് ആയി. ആ ഫസ്റ്റ് യൂണിറ്റിന്റെ എക്സാമിനേഷൻ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് ഡിസംബർ 13-നാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 3 സബ്ജക്റ്റും ചേർത്ത് യൂണിറ്റ് 1ന്റെ എക്സാമിനേഷൻ എന്ന് പറയുന്നത് തന്നെ 180 ക്വസ്റ്റ്യൻസിന്റെ 180 മിനിറ്റ്സ് കൊണ്ട് എഴുതേണ്ട നീറ്റിന്റെ സെയിം പാറ്റേൺ എക്സാമിനേഷൻ ആണ്. അപ്പൊ യൂണിറ്റ് 1ന് ഡിസംബർ 13-ന് നമ്മൾ പ്രിപ്പയർഡ് ആവണമെങ്കിൽ അതിന് മുമ്പുള്ള 6 days ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഫസ്റ്റ് യൂണിറ്റിൽ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്. ഇതിൽ ഫസ്റ്റ് യൂണിറ്റ് 1ന്റെ ഫിസിക്സ് നിങ്ങൾക്ക് പഠിക്കാനായി ടൈം തരുന്നത് 2 ദിവസമാണ്, ഡിസംബർ 7-ഉം 8-ഉം. ഈ 2 ദിവസം നമ്മൾ പോർഷൻസ് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ സബ്ജക്റ്റീവ് എക്സാമിനേഷൻ ആണ് ഡിസംബർ 8-ന്. അപ്പോൾ 7th ആൻഡ് 8th 2 ദിവസം നമ്മൾ ഫിസിക്സ് ടോപ്പിക്സ് പഠിക്കുന്നു. 8ന്റെ ഈവനിങ് ആ ടോപ്പിക്കിന്റെ എക്സാമിനേഷൻ എഴുതുന്നു. ആ ടോപ്പിക്കിന്റെ എക്സാമിനേഷൻ എന്ന് പറയുന്നത് 45 ക്വസ്റ്റ്യൻസിന്റെ 45 മിനിറ്റ്സ് കൊണ്ട് ടൈം ബൗണ്ടഡ് ആയിട്ട് എഴുതേണ്ട എക്സാമിനേഷൻ ആണ് ഫസ്റ്റ് യൂണിറ്റിന്റെ ഫിസിക്സിന്റെ എക്സാമിനേഷൻ. അപ്പൊ ഈ എക്സാമിനേഷൻ ഒക്കെ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്, എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്ത് എക്സാമിനേഷൻ എഴുതേണ്ടത്, ഇത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ആൽഫ അക്കാഡമിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾ ഓരോ വിദ്യാർത്ഥികളും ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ഒത്തിരി ഫീച്ചേഴ്സ് ഉള്ള ആപ്പാണ് നമ്മുടേത്. എല്ലാ ചാപ്റ്ററിന്റെയും ഫിസിക്സിലെയും കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും 84 ചാപ്റ്റേഴ്സും വളരെ ഡീറ്റെയിൽ ആയിട്ട് കോൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് പഠിക്കാനുള്ള 84 ചാപ്റ്റേഴ്സിന്റെയും
വീഡിയോ ക്ലാസ്സസ് നമ്മുടെ ആപ്പിലുണ്ട്. പക്ഷേ ഈ മുഴുവൻ ക്ലാസ്സുകളും സബ്ജക്റ്റീവ് ക്ലാസ്സുകളും നിങ്ങൾക്ക് അതിൽ വിസിബിൾ ആവില്ല. ഈ ആപ്പിലുള്ള ഒരു ഫീച്ചറാണ് സാർ പറഞ്ഞത്. ഇതിനോടൊപ്പം ഈ ആപ്പിൽ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്, വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ സീരീസ് ഉണ്ട്, എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനുള്ള പാറ്റേൺ ഉണ്ട്. ഫീച്ചേഴ്സ് ഉള്ള ആപ്പാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പോർഷനെ കുറിച്ച് ഡൗട്ട് വന്നാൽ നിങ്ങൾക്ക് ഫീച്ചേഴ്സ് ഉള്ള ആൽഫ അക്കാഡമിയുടെ ഈ ആപ്പിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. കൃത്യമായ ആൻസർ ഇൻസ്റ്റന്റ് ആയി നിങ്ങൾക്ക് അവിടെ കിട്ടും. ഇനി നിങ്ങൾ എഴുതുന്ന ഓരോ എക്സാമിനേഷന്റെയും പ്രോഗ്രസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ, ഗ്രാഫിക്കലായിട്ട് അനലൈസ് ചെയ്യാനുള്ള ചാർട്ടും നമ്മുടെ ഈ ആപ്പിലുണ്ട്. ഈ ആപ്പിലൂടെയാണ് നമ്മൾ എക്സാമിനേഷൻ നടത്തുക, കൃത്യമായി ടൈം ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ. ഇനി 2 ദിവസം 7th-നും 8th-നും നിങ്ങൾ ഈ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 8ാം തീയതി ഫിസിക്സിന്റെ 45 മിനിറ്റ്സിന്റെ എക്സാമിനേഷൻ എഴുതും. നീറ്റിന്റെ സെയിം പാറ്റേണിലുള്ള വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ എക്സാമിനേഷൻ 45 ക്വസ്റ്റ്യൻസ്. നമുക്കറിയാം നീറ്റിന് ഫിസിക്സിൽ 45, കെമിസ്ട്രി 45 ആൻഡ് 90 ക്വസ്റ്റ്യൻസ് ബയോളജിയാണ് വരുന്നത്. അപ്പൊ ഈ യൂണിറ്റിലെ ഫിസിക്സിന് തന്നെ 45 ക്വസ്റ്റ്യൻസിന്റെ ആ 2 or 3 ചാപ്റ്ററിൽ നിന്നുള്ള എക്സാമിനേഷൻ 8ാം തീയതി നമ്മൾ അറ്റൻഡ് ചെയ്യും. അതിനുശേഷം 9th and 10th യൂണിറ്റ് 1-ലെ കെമിസ്ട്രി പോർഷൻസ് നമ്മൾ പഠിക്കും. ആ ചാപ്റ്റർ ഏതാണെന്നുള്ളത് ടീച്ചേഴ്സ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ തരും. ആ 2 ദിവസം കൊണ്ട് നമ്മൾ കെമിസ്ട്രി പഠിച്ചു തീർക്കും. 2 or 3 ചാപ്റ്റർ ആയിരിക്കും നമുക്ക് പഠിക്കാൻ തരിക. ആ 2 ദിവസം കൊണ്ട് പഠിച്ചു തീർക്കും. ദെൻ എക്സാമിനേഷൻ 9th-ഉം 10th-ഉമാണ് കെമിസ്ട്രിയുടെ ഡേ. 10th-ന് ഈവനിങ് നമ്മൾ എക്സാമിനേഷൻ എഴുതും കെമിസ്ട്രിയുടെ, അതും 45 ക്വസ്റ്റ്യൻസിന്റെ. ദെൻ അതിനുശേഷം യൂണിറ്റ് 1-ലെ തന്നെ ബയോളജിയുടെ പോർഷൻ നമ്മൾ പഠിക്കും. പഠിക്കാൻ സമയം തരുന്നത് 11th-ഉം 12th-ഉം 2 ദിവസമാണ്. 12th-ന് ഈവനിങ് നമ്മൾ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യും 90 ക്വസ്റ്റ്യൻസിന്റെ. അങ്ങനെ 3 എക്സാമിനേഷൻ, 45 ഫിസിക്സ്, 45 കെമിസ്ട്രി, 90 ക്വസ്റ്റ്യൻസ് ബയോളജിയുടെ. നീറ്റിന്റെ ഒരു മോഡൽ എക്സാമിനേഷൻ ഈ ഒരാഴ്ച കൊണ്ട് പോർഷൻസ് പഠിക്കുന്നതിനോടൊപ്പം നമ്മൾ എഴുതി കഴിഞ്ഞാൽ 12ാം തീയതി കൊണ്ട് നമ്മൾ പഠിച്ചു തീർക്കുന്നു. 3 എക്സാമിനേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു. 13th-ന് ഒരു ദിവസം ഫുൾ ഡേ ആ യൂണിറ്റ് റിവിഷൻ ചെയ്യാനുള്ള ടൈമാണ്. അതിനുശേഷം 13th-ന് നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ ഫസ്റ്റ് യൂണിറ്റ് എക്സാമിനേഷൻ എഴുതുന്നു. 180 ക്വസ്റ്റ്യൻസിന്റെ നീറ്റിന്റെ സെയിം പാറ്റേൺ എക്സാം. അപ്പൊ ഒരാഴ്ചത്തെ ടൈം കൊണ്ട് നമ്മൾ കൃത്യമായി യൂണിറ്റ് 1 കംപ്ലീറ്റ് ചെയ്യുക മീൻസ് 2 നീറ്റിന്റെ മോഡൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. 3 സബ്ജക്റ്റീവ് എക്സാമിനേഷൻ, ആ 3 സബ്ജക്റ്റീവ് എക്സാമിനേഷനും കൂടെ ചേർക്കുന്ന 180 ക്വസ്റ്റ്യൻസിന്റെ മോഡൽ 1 എക്സാമിനേഷൻ. അതിനുശേഷം 13ാം തീയതി മോഡൽ 2 180 ക്വസ്റ്റ്യൻസിന്റെ എക്സാമിനേഷൻ. 360 നീറ്റ് എക്സാമിനേഷന്റെ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് 1 വീക്ക് കൊണ്ട് എക്സാമിനേഷൻ മാത്രമായി നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് പഠിച്ചു പോകാം. ഇങ്ങനെ നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ യൂണിറ്റ് 2-ലേക്ക് നമ്മൾ എൻട്രി ചെയ്യുകയായി. യൂണിറ്റ് 2 എക്സാമിനേഷൻസ്. യൂണിറ്റ് 2 എന്ന് പറയുന്നത് 14th and 15th ഫിസിക്സ്, 16th and 17th കെമിസ്ട്രി, 18th and 19th നമുക്ക് ബയോളജിയും പഠിക്കാൻ. ഇതിന്റെ എക്സാമിനേഷൻ 15th-ന് ഫിസിക്സിന്റെ എക്സാം, 17th-ന് കെമിസ്ട്രി എക്സാമിനേഷൻ, 19th-ന് ബയോളജി എക്സാമിനേഷൻ. അതിനുശേഷം 20th-ന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ യൂണിറ്റ് 2 മോഡൽ എക്സാമിനേഷൻ. ഇനി ഇതിന് ശേഷം യൂണിറ്റ് 3-ലേക്ക് നമ്മൾ എൻ്റർ ആവുന്നു. ഇങ്ങനെ യൂണിറ്റ് 1, 2, 3, 10 വരെ എത്തുമ്പോൾ മുഴുവൻ പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഓരോ യൂണിറ്റും കംപ്ലീറ്റ് ചെയ്യാൻ 7 days ആണ്. 6 days സബ്ജക്ട് വൈസ് പഠിക്കുന്നു. ഓരോ സബ്ജക്റ്റിനും 2 ദിവസം. ഓരോ സബ്ജക്റ്റും പഠിച്ചു തീരുമ്പോൾ 2 or 3 ചാപ്റ്റർ പഠിച്ചു തീരുമ്പോൾ അതിന്റെ ഒരു എക്സാമിനേഷൻ. ഇങ്ങനെ 10 യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ഇയർ ടോപ്പിക്കിന്റെ ഫുൾ ടോപ്പിക്കിന്റെ ഒരു മോഡൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യും. അതിനുശേഷം സെക്കൻഡ് ഇയർ ഫുൾ പോർഷന്റെ ഒരു മോഡൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യും. നമുക്കറിയാം സർ ആദ്യം തന്നെ പറഞ്ഞു, ഫസ്റ്റ് ഇയർ ഫുൾ ടോപ്പിക്സ് തീരുന്നത് 5 യൂണിറ്റിലൂടെയാണ്. സെക്കൻഡ് ഇയർ ഫുൾ തീരുന്നത് 5 യൂണിറ്റിലൂടെയാണ്. അങ്ങനെ 10 യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിന്റെ ഫുൾ ടോപ്പിക്സിന്റെ മോഡൽ എക്സാമിനേഷൻ, സെക്കൻഡ് ഇയറിന്റെ ഫുൾ ടോപ്പിക്സിന്റെ മോഡൽ എക്സാമിനേഷൻ, ഇതെല്ലാം കൃത്യമായ ടൈമിലൂടെ നിങ്ങൾ പഠിച്ചു തീർക്കും. സംശയങ്ങൾ തീർത്തു തരും, നിങ്ങൾക്കൊരു പേഴ്സണൽ അറ്റൻഷൻ തരും. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കുന്നതിനകത്ത് ഒരു ടൈം ടേബിൾ മാനേജ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ?
റോജി സാർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ആൽഫയെ വിളിച്ചിട്ട് നിങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്ന ടീച്ചറിന്റെ ഒരിക്കൽ പറയുക, സാറുമായിട്ടൊന്ന് സംസാരിക്കണം. എങ്ങനെയാണ് മെമ്മറി കീപ്പ് ചെയ്യേണ്ടത്? പഠിച്ചു തീർത്ത കാര്യങ്ങളൊക്കെ നീറ്റ് എക്സാമിനേഷന് കൃത്യമായിട്ട് നമ്മൾ മാനേജ് ചെയ്യണമെങ്കിൽ നമ്മുടെ ബ്രെയിനിലാണ് ഇതെല്ലാം സൂക്ഷിക്കേണ്ടത്. ഈ ബ്രെയിനിലേക്ക് എല്ലാ ഡേറ്റയും നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് അതിന് 5 സെൻസറി റോഡുകളാണുള്ളത്. ഈ 5 റോഡുകളെ വിളിക്കുന്നതാണ് 5 സെൻസ് ഓർഗൻസ്. കണ്ണുകൾ, ചെവി, ഇയേഴ്സ്, നോസ്, ടങ്, സ്കിന്ന്. ഈ 5 സെൻസ് ഓർഗൻസിലൂടെയാണ് നമ്മൾ അറിയുന്നതും പഠിക്കുന്നതുമായ കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിലേക്ക് എത്തിക്കുന്നത്. ഇനി അത് ബ്രെയിനിൽ എത്തിച്ചാൽ നമ്മൾ എന്ത് ഡേറ്റയും ബ്രെയിനിൽ എത്തിക്കുമ്പോൾ അവിടെ ഒരു സെൻസറി മെമ്മറിയിലേക്കാണ് ആദ്യം ചെല്ലുക. നിങ്ങൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും, ഈ സെൻസറി മെമ്മറിയിലേക്ക് എത്തുന്ന ഡേറ്റയെ നമ്മൾ പെർമനന്റ് മെമ്മറിയിലേക്ക് മാറ്റണം. എങ്കിൽ മാത്രമേ എക്സാമിനേഷന് വേണ്ടി ഇത് പ്രസന്റ് ചെയ്യാൻ നമുക്ക് റീകളക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോ സെൻസറി മെമ്മറിയിൽ ചെല്ലുന്ന ഡേറ്റയെ പെർമനന്റ് മെമ്മറിയിലേക്ക് മാറ്റണമെങ്കിൽ ഇൻ ബിറ്റ്വീൻ നടക്കേണ്ട ഒരു പ്രോസസ്സിംഗ് ഉണ്ട്. ദാറ്റ് ഈസ് വർക്കിംഗ് മെമ്മറി എന്ന് പറയും. നിങ്ങൾ അതിനെ റിവിഷൻ എന്ന് വിളിക്കും. സാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ആൽഫയിൽ നിന്നും ധാരാളം വിദ്യാർത്ഥികൾ ഏറ്റവും നല്ല റാങ്കുകളോടെയാണ്, ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെയാണ് ടോപ്പ് റിസൾട്ടോടെ ഇവിടെ നിന്നും മികച്ച വിജയം നേടി മികച്ച ക്യാമ്പസുകളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇവരൊന്നും അതിമിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികളല്ല. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ചിട്ട് അതിൽ കുറച്ചു പേർ ജയിക്കുന്ന സിസ്റ്റവുമല്ല. വളരെ കുറച്ചു പേരെ പഠിപ്പിച്ച് എങ്ങനെ പഠിക്കണം, എങ്ങനെ ഓർത്തിരിക്കണം, എങ്ങനെ പ്രസന്റ് ചെയ്യണം, സിസ്റ്റമാറ്റിക് സ്റ്റഡി മെത്തേഡാണ് വേണ്ടത്. ഒരു ടൈം മാനേജ് ചെയ്യാൻ, സ്ട്രെസ് മാനേജ് ചെയ്യാൻ, മെമ്മറിയെ മാനേജ് ചെയ്യാൻ, പ്രസന്റിംഗ് സ്കില്ലിനെ ബെസ്റ്റ് ആക്കാൻ, ഇവിടെ ഒക്കെ നമുക്ക് സ്ട്രാറ്റജി വേണം. ഇതൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ സബ്ജക്റ്റിലുള്ള കെയർ മാത്രമല്ല, നിങ്ങളെ ഒന്ന് കെയർ ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് എല്ലാ രീതിയിലും നിങ്ങളെ മികച്ചൊരു വിജയിയാക്കി മാറ്റാൻ ആൽഫയുടെ സിസ്റ്റം നിങ്ങളോടൊപ്പം കൂടെയുണ്ട്. നിങ്ങളെ ഓരോ 40 സ്റ്റുഡൻസിനെയും കെയർ ചെയ്യാൻ ഒരു ടീച്ചറെയാണ് അസൈൻ ചെയ്തിരിക്കുന്നത്. അത്ര പേഴ്സണൽ അറ്റൻഷനാണ് നിങ്ങൾക്ക് തരുന്നത്. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ബിലീവ്, വിശ്വസിക്കുക. ഞാൻ കൃത്യമായി പഠിച്ചാൽ എനിക്കിത് നേടാനുള്ള കഴിവുണ്ടെന്ന് നിങ്ങൾ ആദ്യം മനസ്സിൽ ചിന്തിക്കണം. എന്നിട്ട് ഈ തരുന്ന സിസ്റ്റം, സ്ട്രാറ്റജി കൃത്യമായി ഫോളോ ചെയ്യണം. നിങ്ങളിപ്പോ എവിടെയും പഠിക്കുന്ന വിദ്യാർത്ഥികളായിക്കോട്ടെ, അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്തു. പക്ഷേ ഈ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്താൽ ഇതിനു വേണ്ടി ഒരു കൃത്യമായ ഒരു ടൈം മാറ്റിവെക്കുക. ആ സിസ്റ്റത്തിന്റെ പാർട്ടായി നിങ്ങൾ പോയാൽ നമ്മൾ ഈ യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം 2 ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും മോഡൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യും. അതിനുശേഷം 20 വെരി ഇമ്പോർട്ടന്റ് മോഡൽ എക്സാമിനേഷൻ, 20 വെരി ഇമ്പോർട്ടന്റ് മോഡൽ എക്സാമിനേഷൻ നീറ്റിന്റെ സെയിം പാറ്റേണിൽ ടൈം ബൗണ്ടഡ് ആയിട്ട് നിങ്ങൾ എഴുതും. ഇത് ആൽഫയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും 10ാം ക്ലാസ്സിന് ശേഷം ആൽഫയുടെ അതിമനോഹരമായ ഒരു ജീനീസ് ഇന്റഗ്രേറ്റഡ് സ്കൂളുണ്ട്. ആ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും, ആൽഫയുടെ റിപ്പീറ്റഡ് പ്രോഗ്രാമിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും, ഓൺലൈൻ കോച്ചിങ് പഠിക്കുന്ന വിദ്യാർത്ഥികളും നിങ്ങളും ചേർന്ന് നടത്തുന്ന ഒരു എക്സാമിനേഷൻ. അപ്പൊ നിങ്ങൾ മനസ്സിൽ വിചാരിക്കും, കേരളത്തിൽ ധാരാളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടോ? അവിടുത്തെ വിദ്യാർത്ഥികളിൽ ഞാൻ എത്രാമത്തെ റാങ്കിലാണ് നിൽക്കുന്നതെന്ന് അറിയണമെങ്കിൽ അവരുടെ എക്സാമിനേഷനും ഞാൻ എഴുതണ്ടേ? അതൊരു തെറ്റായ ധാരണയാണ്. നിങ്ങൾ ആൽഫയിലെ എക്സാമിനേഷൻ എഴുതി കഴിയുമ്പോൾ നിങ്ങൾ ഫൈനൽ എക്സാമിനേഷൻ എത്ര സ്കോർ ചെയ്യുമെന്ന് ഇവിടെ നിന്ന് കൃത്യമായി നിങ്ങളോട് പറയും. കാരണം അത്ര ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്, അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് നിങ്ങൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളോടൊപ്പം പരീക്ഷ എഴുതി പ്രാക്ടീസ് ചെയ്യുന്നത് അല്ല മിടുക്ക്. ഞാൻ ഒറ്റയ്ക്ക് എഴുതിയാലും എന്റെ മാർക്ക് ഒരു ടോപ്പിൽ എത്താനുള്ള ലെവലിലാണോ നിൽക്കുന്നതെന്ന് നിങ്ങളെ അസസ് ചെയ്ത് പറഞ്ഞു തരാനുള്ള സ്ട്രാറ്റജിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെയാണോ നിങ്ങൾ ഫോളോ ചെയ്യുന്നത്? അവിടെയാണ് നിങ്ങളുടെ വിജയം വരുന്നത്. ആ വിജയത്തിലേക്ക് എത്തിക്കാൻ ഈ പ്ലാൻ നിങ്ങൾക്ക് 100% യൂസ്ഫുൾ ആയിരിക്കും. കൃത്യമായി പഠിക്കുക, നിങ്ങളിൽ വിശ്വസിക്കുക, നിങ്ങളെ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൽ വിശ്വസിക്കുക. കാരണം നിങ്ങൾക്ക് വിജയം നേടിത്തരാൻ 100% ഗട്ട്സ് ഉള്ള, സിസ്റ്റമുള്ള, മെത്തേഡുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് ആൽഫ അക്കാഡമി. നമുക്ക് തുടങ്ങാം. 7ാം തീയതി മുതൽ മെയ് 5ാം തീയതി വരെയുള്ള കൃത്യമായ സ്ട്രാറ്റജിയിലൂടെ നിങ്ങൾ വിജയം നേടാൻ റെഡി ആയിക്കോളൂ. നമ്മുടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്നു. സൺഡേ 7th മുതൽ കൃത്യമായി പഠിക്കേണ്ട ടോപ്പിക്സുകൾ 1 വീക്ക് ബിഫോർ ചാപ്റ്റർ വൈസ് നിങ്ങൾക്ക് ടീച്ചേഴ്സ് തരും. നിങ്ങളെ വീഡിയോ കോളിംഗ് വിളിക്കും, നിങ്ങൾക്ക് വേണ്ട പേഴ്സണൽ അറ്റൻഷൻ തരും. വിജയം നേടുന്നത് വരെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, കെയർ ചെയ്യാൻ, ഡൗട്ട്സുകൾ തീർത്തു തരാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇത് റോജി സാറിന്റെ ഉറപ്പാണ്. ആൽഫ അക്കാഡമിയിലെ എക്സ്പേർട്ട് ടീമിന്റെ ഉറപ്പാണ്. ഓൾ ദ ബെസ്റ്റ്.